എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 21 വൈദികർ മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് പരാതി നൽകി. 2025 ജനുവരി 11 വെളുപ്പിന് 5 മണിക്ക് എറണാകുളം സൗത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെയും എറണാകുളം സെൻട്രൽ പോലീസ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഒരു കൂട്ടം പോലീസുകാർ നടത്തിയ നരനായാട്ടിനെതിരെ 21 വൈദികർ പ്രതിഷേധിക്കുകയും പരാതി നേരിട്ട് നൽകുകയും ചെയ്തു. പരാതികളിൽ ഞങ്ങൾ നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ ഞങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരേണ്ടത്. ഞങ്ങളുടെ ബിഷപ്പ് ഹൗസിൽ 4 ദിവസം മുമ്പ് അവിടെ ഞങ്ങളുടെ തന്നെ സമഗ്ര വൈദ്യുതികളെ കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പോലീസ് ഞങ്ങളെ ബലമായി ക്രൂരമായി ഞങ്ങളെ അവിടെ നിന്ന് നീക്കം ചെയ്തു. അത് മീഡിയ കണ്ടതാണ്, മീഡിയയിലൂടെ മനുഷ്യരെല്ലാവരും കണ്ടതാണ്. എന്നെ അത് തിരുവസ്ത്രം ഊരി എന്നെ വിവസ്ത്രനാക്കിയതും ഇരുട്ടിലേക്ക് കൊണ്ടുപോയി തെളിവുകളില്ലാത്ത വിധം ഞങ്ങളെ ഉപദ്രവിക്കുക, ഞങ്ങളെ ദ്രോഹിക്കുക, അപമാനിക്കുക എന്നതായിരുന്നു. ഒരുപാട് അസഭ്യ വാക്കുകളും തെളിവുകളും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഞങ്ങളെ ഈ ഏത് ഇന്ത്യൻ പൗരനും അറിയിക്കുന്ന നിയമ സംരക്ഷണത്തിൽ ഞങ്ങൾ നിയമലംഘനം നടത്തിയെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് നിൽക്കാം. ഞങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നതാണ്. പക്ഷേ ഏതാനും പേരോട് ACP ജയകുമാർ, രാജ്കുമാർ ഉൾപ്പെടെ അറസ്റ്റ് പറഞ്ഞ് ഏതാനും വൈദികർ അങ്ങനെയാണ് നീക്കം ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം ഈ തള്ളിയും 4 കാലിൽ മൃഗങ്ങളെ പോലെ കൊണ്ടുപോയും വലിച്ച് നിലത്തിട്ട് വലിച്ചും ആക്രോശിച്ചും തെറി പറഞ്ഞ് അസത്യം പറഞ്ഞും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചും എൻ്റെ വസ്ത്രങ്ങൾ ഊരി എന്നെ അപമാനിച്ചുമാണ്. അതുപോലെ കരിക്കല്ല് തറയിൽ ഒക്കെയാണ് കൊണ്ടുപോയത്. അതുപോലെ ഈ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നിലത്തിട്ട് വലിക്കട എന്നൊക്കെ പറഞ്ഞ് ഏത് സമയവും ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഭയം ഞങ്ങൾ ജനിപ്പിച്ചു. ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്തപ്പോൾ ശരിക്കും മരണഭയം തന്നെ ഉണ്ടായി. ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നിരങ്ങി ഞാൻ അവിടുന്ന് ഈ വസ്ത്രത്തിൻ്റെ ഊരിയതിന് ശേഷം ഞാൻ ഓടി രക്ഷപ്പെടുന്ന ഞാൻ വെളിച്ചത്തിലേക്കാണ്. കാരണം ഇവർ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ഇരുട്ടത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുമെന്നൊരു ഭയം എനിക്ക് തോന്നി. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു മാന്യത പോലീസിൽ നിന്ന് ഒരു തരത്തിലുണ്ടായിരുന്നു. പോലീസ് അവിടെ കടന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വാറണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ടോ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ ബലമായി മാറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഞങ്ങളുടെ ഫോൺ ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് വെറും ഒരു പ്രോപ്പർട്ടി മാത്രമല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കത് വീഡിയോ പിടിച്ച് കാണിക്കാനുള്ളൊരു അവകാശം കൂടിയാണ് അത്. അപ്പോൾ അത് അവർ പിടിച്ചു പറിച്ചതിലൂടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളിലേക്കും അവർക്ക് കടന്നു കയറാൻ, നിയമപാലകർ നിയമലംഘകരാകാൻ നിശ്ചയിച്ചുറച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഫോൺ പിടിച്ചു പറയുന്നത്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വയ്ക്കുന്ന മറ്റൊരാൾ വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ വളരെയധികം പ്ലാൻ ചെയ്തു ആണ് ഇത് ചെയ്തത് ഞങ്ങൾ മനസ്സിലാക്കും. ACP ജയകുമാർ ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് 8ഓളം പേരെ അവരുടെ കയ്യിൽ നിന്ന് ആദ്യം ഫോണുകളെല്ലാം പിടിച്ചു വാങ്ങി അവരെ നിലത്ത് താഴെ ഇരുത്തിയതിന് ശേഷമാണ് അകത്തുള്ളവർക്ക് കണ്ണായി കൊടുത്ത് അവിടെ ക്രൈംബ്രാഞ്ചിൻ്റെ ജയകുമാർ എന്ന ഓഫീസർ ആണ് മുറിയിൽ വന്ന് അവരുടെ ഫോൺ പിടിച്ച് വാങ്ങട എന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഫോൺ പിടിച്ച് വാങ്ങട എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് ആദ്യം തോന്നി. പക്ഷേ ഫോൺ പിടിച്ച് വാങ്ങിയതിന് ശേഷം നടന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ എന്നതിനേക്കാൾ ഞങ്ങളെ ഒരു മൃഗങ്ങൾ എന്നതുപോലെയാണ് അവർ. മൃഗങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരോട് ചെയ്യാൻ പാടില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ്. ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചവർ, അതുപോലെ വലിയൊരു സമൂഹം ഞങ്ങളെ ആദരിക്കുന്നു.
അപ്പോൾ ഇതൊന്നും ഞങ്ങൾ അർഹിക്കുന്നതല്ല, പക്ഷെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ സമൂഹത്തിലുള്ള ഞങ്ങളോട് പോലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരോട് എത്രമാത്രം ദ്രോഹമായിരിക്കും ഈ ഭരണകൂടം ചെയ്യുക. ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിയമപാലനം ചെയ്യുക. അത് ഞങ്ങൾ ഞെട്ടിച്ച കാര്യമാണ്, വളരെയധികം ഞെട്ടിച്ച കാര്യമാണ്. അപ്പോൾ ഈ കേരള സമൂഹത്തിൽ മർദ്ദിതർ, ദളിത് എന്ന് പറഞ്ഞാൽ ഒപ്രസ്ഡ് എന്നാണ് അർത്ഥം. മർദ്ദിതരായിട്ടുള്ള വലിയൊരു സമൂഹം ഈ നിയമപരീക്ഷ കിട്ടുന്നില്ല, മനുഷ്യ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വെളിവാക്കുന്നതാണ് ഞങ്ങളുടെ മേൽ ഇവർ നടത്തിയ നരനായാട്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഈ ഭരണകൂടം അവർക്ക് നിർദ്ദേശം നൽകിയവരാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ കളക്ടർ മറ്റുള്ളവരും പറഞ്ഞത് മെത്രാന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളെ നീക്കം ചെയ്യുന്നതാണ്. ആ നീക്കം ചെയ്യുന്നതിന് നിയമപരമായ രീതികളും വഴികളുണ്ട്. പക്ഷെ അതല്ലാതെ ഇങ്ങനെ നീക്കം ചെയ്യാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? അതും അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ എറണാകുളത്താണ്. അദ്ദേഹം സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങി ഇന്ന് തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞത് എറണാകുളം SP-യോട്, സൂപ്രണ്ട് പോലീസിനോട് റിപ്പോർട്ട് തരാൻ പറയും. ഒരു മാസത്തിനകം, നോർമലായിട്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ രീതി. അപ്പോൾ ഞങ്ങൾ 21 പേരും 21 പരാതികൾ, കാരണം ഓരോരുത്തരും നേരിട്ട കാര്യങ്ങൾ വിവരിച്ച്, അനുഭവിച്ച കാര്യങ്ങൾ വിവരിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുക, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുക. അപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത് അനുസരിച്ച് ഞങ്ങളെ എറണാകുളത്ത് തന്നെ ചെയർമാൻ വന്ന്, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വന്ന് ഞങ്ങളെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ പരാതികൾ കേൾക്കും. ഇപ്പോൾ ഞങ്ങളെ നേരിട്ട് കണ്ട് പരാതി കേൾക്കാത്തതിൻ്റെ കാരണം ഒരു മുൻവിധിയോടുകൂടി ആണ് ചെയർമാൻ സമീപിക്കുന്നത് എന്ന് പാടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം സെക്രട്ടറി വഴി ഞങ്ങളോട് പറഞ്ഞത്. അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന്. അതിനുശേഷം റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. അതിന് ഞങ്ങൾക്ക് വിയോജിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അവതരിപ്പിക്കാം. അതിനെ തുടർന്ന് തുടർ നടപടികൾ, പരാതികളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ IG ലെവലിലേക്ക് അന്വേഷണം നടക്കും. അദ്ദേഹം ശുപാർശ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് ഫാദർ രാജൻ പുന്നേരി. താങ്ക് യു.